الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. صدق الله العظيم. عن ابي مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم: لا تزول قدم ابن آدم يوم القيامة من عند ربه حتى يسأل عن خمس وعن شبابه فيما بلغ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ഇസ്ലാമിന്റെ അഭിവാദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജഗന്നിയന്താവും ജഗപരിപാലകനും ജഗദീശ്വരനുമായ പടച്ചറപ്പ് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ കബരീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതീക്ഷയുടെ പ്രഭാതവും പ്രചോദനത്തിന്റെ പ്രകാശവും പരിശ്രമത്തിന്റെ പാതയും പുരോഗതിയുടെ പടവുകളും പകർന്നു നൽകിയ പരമകാരുണ്യവാനായ പടച്ചറപ്പിലാകുന്നു സർവസ്തുതി. ഇന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു വരുന്ന വിഷയമാണ് യുവാക്കളെ പറ്റിയാണ്. ഇന്ന് ഓരോ മാതാപിതാക്കളും യുവാക്കളെ പറ്റി ഓർത്ത് അവരുടെ മനസ്സുകൾ നീറി പുകയുകയാണ്. മഹാന്മാരായ യുവാക്കൾ യുവത്വത്തെ പറ്റി പറഞ്ഞ ചില പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. യാ മഅ്ശറ ശബാബ് ഖുവതകും ജഅലുഹാ ഫീ ശബാബികും വനശാതികും ഫീ ഖാഅത്തില്ലാഹ്. നിങ്ങളുടെ യുവത്വത്തിലുള്ള പ്രസരിപ്പ്, നിങ്ങളുടെ ചോരത്തിളപ്പ്, നിങ്ങളുടെ ആരോഗ്യം അത് ശരിയായ മാർഗത്തിൽ ഉപയോഗിക്കണം. അഥവാ ഫീ ഖാഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുസരണയിലായി വിനിയോഗിക്കണം. തോന്നിവാസങ്ങൾക്കും തെമ്മാടിത്തരങ്ങൾക്കും നേതൃത്വം കൊടുത്ത് തിന്മകളുടെ പിന്മുറക്കാരായി മാറാനല്ല നാം നമ്മുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. പടച്ചറപ്പിന്റെ ആരാധനയിൽ മുഴുകുന്നവരാകാൻ, റബ്ബിന്റെ ദീനിന്റെ സഹായികളാകാൻ, പള്ളിയിൽ കൃത്യമായി നമസ്കരിക്കുന്നവരാകാൻ, ഈ ദീനിനും ഉമ്മത്തിനും ഉപകരിക്കുന്നവരാകാൻ, നന്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളായി മാറണമെന്നാണ് അവർ നമ്മോട് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചോരത്തിളപ്പും ഈ യൗവനകാലവും അല്ലാഹുവിന്റെ വഴിയിൽ നന്മകൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കാൻ നാം തയ്യാറാകണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു: അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളാഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളാഫിൻ ഖുവ്വതൻ വശൈബൻ. അല്ലാഹു അവൻ നിങ്ങളെ സൃഷ്ടിച്ചത് ബലഹീനരായിട്ടാണ്. പിന്നീട് ആ ബലഹീനതയ്ക്ക് ശേഷം നിങ്ങൾക്ക് ശക്തി നൽകി. ആ ശക്തിക്ക് ശേഷം വീണ്ടും നിങ്ങൾക്ക് ബലഹീനതയും വാർദ്ധക്യവും നൽകി. അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവനാകുന്നു സർവജ്ഞനും സർവശക്തനും. ഈ ആയത്തിൽ യുവത്വം ഒരു അമൂല്യമായ അനുഗ്രഹമാണെന്നും അത് ശാശ്വതമല്ലെന്നും അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ യുവത്വം അല്ലാഹുവിന്റെ അനുസരണയിലായി സൽക്കർമ്മങ്ങളിലായി വിനിയോഗിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പാൽ തരുന്നത് അതിന്റെ യുവത്വകാലത്താണ്. തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരുന്നതും അതിന്റെ യുവത്വകാലത്താണ്. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും അതിന്റെ ഗുണപ്രയോജനങ്ങളും പ്രവർത്തനങ്ങളും നൽകുന്നത് അതിന്റെ യുവത്വ കാലഘട്ടത്തിലാണ്. യുവത്വകാലത്തല്ലേ ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ടല്ലേ ഓരോ ഉമ്മമാരും ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോയിട്ട് മക്കളോട് പറയുന്നത്: മക്കളെ, ഈ മലയൊക്കെ ഒന്ന് വലിഞ്ഞു കയറണമെങ്കിൽ നിങ്ങൾ ആരോഗ്യമുള്ള കാലത്ത് തന്നെ വന്നോളുകാരുന്നു. ആരോഗ്യകാലത്തല്ലേ ഈ ഭാഗത്തെല്ലാം ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിക്കാറ്. അടിച്ചു പൊറിച്ച് തിമിർത്താടി എന്നിട്ട് ഒരു റമദാനിൽ പെട്ടെന്ന് നന്നാകെ അതേ വീണ്ടും പിന്നീടാറ്റത്തിലേക്ക് പോകൽ. സഹോദരങ്ങളെ, നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ഓരോ നിമിഷവും അല്ലാഹുവിലേക്ക് നീക്കണം.
യുവാക്കളെ സംബന്ധിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. ഒരിക്കൽ വിഗ്രഹാരാധനയിൽ ഒഴുകിയിരുന്ന ഒരു സമുദായം ഉണ്ടായിരുന്നു. ആ സമൂഹത്തിൽ കുറച്ച് വിശ്വാസികളായ യുവാക്കൾ ജീവിച്ചിരുന്നു. ചുറ്റുമുള്ളവർ എല്ലാവരും അല്ലാഹുവിനെ നിഷേധിച്ചിട്ടും അവർ തൗഹീദിൽ ഉറച്ചു നിന്നു. അവിടുത്തെ രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ മതം ഉപേക്ഷിക്കാൻ. എന്നാൽ അവർ വഴങ്ങിയില്ല. അവർ അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകുകയും ഞങ്ങൾക്ക് നീ നേരായ മാർഗം കാണിച്ചു തരുകയും ചെയ്യണമേ. പരിശുദ്ധവാനായ അല്ലാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അങ്ങനെ ആ വിശ്വാസികളായ ആ യുവാക്കളെ അല്ലാഹു ഒരു ഗുഹയിൽ സുരക്ഷിതരാക്കി. പിന്നീട് അവർ കുറെ വർഷങ്ങളോളം ഉറങ്ങുകയായിരുന്നു. ആ ഉറക്കം ഉണർന്നപ്പോൾ അവർ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറി. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ യുവത്വം എങ്ങനെയായിരിക്കണമെന്നാണ്. യുവത്വം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമ്പത്ത്. യുവത്വം ഒരു അനുഗ്രഹമാണ്. അതേസമയം അല്ലാഹു ഏൽപ്പിച്ച ഒരു അമാനത്താണ്. യുവത്വം നാളെ കാത്തിരിക്കുന്നതല്ല, നാളെ സൃഷ്ടിക്കേണ്ട ശക്തിയാണ്. യുവത്വം വികാരങ്ങളുടെ കാലമല്ല, വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കേണ്ട കാലമാണ്. യുവത്വം തിന്മകളുടെ വാതിലുകൾ തുറക്കാനുള്ള സമയമല്ല, നന്മകളുടെ വാതിൽ തുറക്കാനുള്ള സമയമാണ്. ചരിത്രത്തിന്റെ താളുകൾ തുറന്നു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും ചരിത്രം മാറ്റിയിട്ടത് യുവാക്കൾ തന്നെയാണ്. സത്യത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചതും യുവാക്കളാണ്. അസത്യത്തെ തുടച്ചു നീക്കിയതും യുവാക്കളാണ്. യുവാക്കളെ പറ്റി നെൽസൺ മണ്ടേല പറഞ്ഞത്, the youth of today are the leaders of tomorrow. ഇന്നത്തെ യുവാക്കളാണ് നാളത്തെ നേതാക്കൾ. APJ അബ്ദുൽ കലാം പറഞ്ഞത് ഇങ്ങനെയാണ്, the ignited youth of are the most powerful resource on the earth എന്നാണ്. പ്രചോദനം നിറഞ്ഞ യുവ മനസ്സുകളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അകബീറു ബൈദാർ ഹോത്തി കെ ജവാനോं में और ऊंचाइयों में जा सकता है. യുവാക്കളുടെ ഉള്ളിലുള്ളത് ആത്മവീര്യം ഉണർന്നാൽ അവർ ആകാശങ്ങളിലേക്ക് പറക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ യുവത്വം അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് നാം മനസ്സിലാക്കണം. സ്വന്തം സുഖം മാത്രം തേടി ജീവിക്കാനല്ല നാം നമ്മുടെ യുവത്വം ഉപയോഗിക്കേണ്ടത്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ വെളിച്ചമാകാനും സ്വന്തം സ്വപ്നങ്ങൾ മാത്രം പൂർത്തിയാക്കാനല്ല നാം യുവത്വം ഉപയോഗിക്കേണ്ടത്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ കണ്ണീർ തുടയ്ക്കാനാണ്. സ്വന്തം പേര് ഉയർത്താനല്ല യുവത്വമുള്ളത്. അത് പടച്ചറപ്പിന്റെ ദീൻ ഉയർത്തിപ്പിടിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന യുവത്വം നമ്മുടെ കയ്യിലെ ചോരത്തിളപ്പും മനസ്സിലെ ആവേശവും എല്ലാം നമ്മുടെ സ്വന്തം സൗകര്യങ്ങൾക്ക് മാത്രമല്ല ഉപയോഗിക്കേണ്ടത്. ഒരു വിശക്കുന്നവന് ഭക്ഷണമാകാനും, ഒരു അനാഥന് തണലാകാനും, ഒരു ദുഃഖിതന് ആശ്വാസമാകാനും ഈ ദീനിന് സേവനം ചെയ്യുന്ന ആളുകളുമായി മാറണമെന്നാണ്. അതിനുവേണ്ടിയാണ് നമുക്ക് യുവത്വം അല്ലാഹു നൽകിയത്. ആ യുവത്വം നമ്മൾ അവരെ ചെലവഴിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ യുവത്വത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായിത്തീരുകയുള്ളൂ. ഞാൻ രണ്ട് വരി കവിതയും കൂടെ പറഞ്ഞതിന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. യൗവനം മടങ്ങി വരില്ല, സമയം കാത്തു നിൽക്കുകയില്ല. ഇന്നത്തെ സരിതയാണ് നാളത്തെ വിജയമാവുക. യുവത്വം അല്ലാഹുവിന് സമർപ്പിക്കൂ, ആഖിറത്തിൽ ആദരിക്കും.